തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ 62 വയസ്സുള്ള ഗീത എന്ന സ്ത്രീ മരിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ KSRTC ബസ്സിനടിയിൽപ്പെട്ടായിരുന്നു അപകടം. റിനു ശ്രീധർ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. റിനു, ഇറങ്ങിയ അതേ ബസ്സിനടിയിൽപ്പെട്ട് തന്നെയാണോ? എങ്ങനെയാണ് ആ ദാരുണമായ അപകടം ഉണ്ടായത്? റിനു, 62-കാരി ഗീതയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ അപകടം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായത്. 62-കാരിയെ ഗീത റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ KSRTC ബസ്സിനടിയിൽ പെടുകയായിരുന്നു. ഇറങ്ങിയ ബസ്സിനടിയിൽ തന്നെ പെടുകയായിരുന്നു. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? കാല് വഴുതി വല്ലതും ബസ്സിനടിയിലേക്ക് പോയതാണോ എന്ന കാര്യമൊക്കെ അല്പസമയത്തും നമുക്ക് റീനുവോട് ചോദിക്കാം. റീനു, ഇതാണ് ആ ബസ്. ഈ ബസ്സാണ് അപകടത്തിന് കാരണമായ ബസ്. റിനു ശ്രീധർ ചേരുന്നു. റിനു, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? കാശ്മീർ രാവിലെ 11 മണിയോട് കൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച ഈ വാഹനാപകടം ഉണ്ടായത്. ഗീത എന്ന് പറയുന്ന പേയാട് സ്വദേശിയാണ് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഇവർ പൂജപ്പുര പേയാട് ഭാഗത്ത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോയ പാപ്പനംകോട് ഡിപ്പോയിലെ ബസ്സാണ്. ആ ബസ്സിൽ വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇറങ്ങി ബസ്സിന് മുന്നിലൂടെ ഭർത്താവും ഭാര്യയുമായി പാസ് ചെയ്യുകയായിരുന്നു. സീബ്ര ക്രോസിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. തുടർന്ന് വാഹനം മുന്നോട്ടെടുക്കുന്നു. ഈ ഭർത്താവിന് സാരമായിട്ടുള്ള പരിക്ക് മാത്രമാണുള്ളത്. പക്ഷേ ഭാര്യയായിട്ടുള്ള ഗീത ഈ ബസ്സിനടിയിലേക്ക് പെടുകയായിരുന്നു. ഈ ബസ്സിൻ്റെ മുൻചക്രം ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്നുള്ള വിവരമാണ്. പേയാട് സ്വദേശിയായിട്ടുള്ള ഗീതയാണ് മരണപ്പെട്ടത്. RNK 183 എന്ന കിഴക്കേക്കോട്ടയിലേക്ക് പോയ പാപ്പനംകോട് KSRTC ഡിപ്പോയിലെ ബസ്സാണ് ഈ ഗീതയെ ഇടിച്ച് വീഴ്ത്തിയത്. ഹാഷ്മി, റിനു ശ്രീധറാണ്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ KSRTC ബസ്സിനടിയിൽപ്പെട്ട് കൊല്ലപ്പെട്ട ആ വാർത്തയുടെ വിവരങ്ങൾ റിനു നൽകുകയായിരുന്നു. എന്തായാലും സങ്കടകരമാണ്. ഏറ്റവും ദാരുണമായ ഒരു സംഭവമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.